ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ലെറ്റ് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ യുവും വെക്ടർ വിയും. ലെറ്റ് യു ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് അല്ല അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ലെറ്റ് u1, u2 എന്നിരിക്കട്ടെ. ആൻഡ് വിൻ്റെ കമ്പോണൻസ് v1, v2. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് വി, വെക്ടർ യു ഡോട്ട് വെക്ടർ വി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദിസ് u1 v1 പ്ലസ് u2 v2 ആയിരിക്കും. എന്താണ് u1 v1 പ്ലസ് u2 v2. ഓക്കെ, ദെൻ അപ്പോൾ ഇതൊരു ബോക്സിനകത്താക്കി ഇടാം കേട്ടോളൂ. നമുക്ക് വെക്ടർ പ്രോഡക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് വെക്ടർ പ്രോഡക്റ്റ് അല്ലല്ലോ ഡോട്ട് പ്രോഡക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ യു ഡോട്ട് വി ഈക്വൽ ടു u1 v1 പ്ലസ് u2 v2. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ലെറ്റ് ഇത് വെക്ടർ യു എന്നിരിക്കട്ടെ, ഇത് വെക്ടർ യു, ഇത് വെക്ടർ വി. ഈ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ എന്ന് പറയുന്നത് യു മൈനസ് വി ആയിരിക്കും, വെക്ടർ യു മൈനസ് വെക്ടർ വി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോം ഓഫ് യു, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോം ഓഫ് വി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, നോം ഓഫ് യു മൈനസ് വി ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ്, നമുക്ക് നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം, നോം ഓഫ് യു സ്ക്വയർ പ്ലസ് നോം ഓഫ് വി സ്ക്വയർ minus 2 into norm of u norm of v into cos theta. ഓക്കെ, ഇതാണ് നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടത് എന്താണ്, തീറ്റേൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് യു ആൻഡ് വി ആയിട്ടുള്ള തീറ്റേൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നൗ വി ഹാവ് നോം ഓഫ് യു സ്ക്വയർ എന്ന് പറയുന്നത് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്, വെക്ടർ യു എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ യു എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെയാണ് എടുത്തത്, u1 u2. വെക്ടർ വി എടുത്തപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് v1 v2. കമ്പോണൻസ് മീൻസ് കോഎഫിഷ്യൻസ്, വെക്ടർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് v1 v2 u ഇൻറ്റു u1 u2. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് യു ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് യുവിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുമ്പോൾ u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയറും. സിമിലർലി നോം ഓഫ് വി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഈ ടേം ആയിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് എന്താണ്, LHS എന്താണ് കിടക്കുന്നത്, നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ അല്ലേ. നോക്കിക്കേ, നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാം, നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വാട്ട് ഈസ് നോം ഓഫ് യു മൈനസ് വി. യു മൈനസ് വി എന്ന് പറയുമ്പോൾ u1 മൈനസ് v1 ഇങ്ങനെ വരുന്നത്, u1 മൈനസ് v1 ദ ഹോൾ സ്ക്വയർ പ്ലസ് u2 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ എ എന്ന് കൊടുക്കാവേ.
ഇനി ഇതിൻ്റെ എൽ എച്ച് എസ് ഞാൻ നോം ഓഫ് യു മൈനസ് വി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു u1 മൈനസ് വി വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് u2 മൈനസ് വി ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ എയുടെ എൽ എച്ച് എസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. u1 മൈനസ് വി വൺ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? u1 സ്ക്വയർ പ്ലസ് 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 2 ഇൻറ്റു u1 v1 പ്ലസ് അല്ലടാ, ഇവിടെ മൈനസ് ആണ് വരുന്നത്. u1 മൈനസ് v1 അല്ലേ, അപ്പോൾ u1 സ്ക്വയർ മൈനസ് 2 u1 v1 പ്ലസ് v1 സ്ക്വയർ പ്ലസ് അതുപോലെ u2 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ u2 സ്ക്വയർ മൈനസ് 2 u2 v2 പ്ലസ് v2 സ്ക്വയർ. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ ബി എന്നിരിക്കട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ബി ഇൻ എ. എയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എൽ എച്ച് എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന ടേംസുകളൊന്നും തന്നെ ഇപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എഴുതാം u1 സ്ക്വയർ മൈനസ് 2 u1 v1 പ്ലസ് v1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ മൈനസ് 2 u2 v2 പ്ലസ് v2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് നോം ഓഫ് u സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു, u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ. ഇനി നോം ഓഫ് v സ്ക്വയർ എന്ന് പറയുന്നത് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. ബാക്കിയുള്ളത് -2 -2 ഇൻറ്റു നോം ഓഫ് u നോം v കോസ് തീറ്റ. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു u1 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു u1 സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇവിടെ v1 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു v1 സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇവിടെ u2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു u2 സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത്? ഈ v2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു v2 സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ഓക്കെ, ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ -2 u1 v1 -2 u2 v2 which is equal to -2 norm u norm v cos theta. ഇവിടെ ഒരു -2 ഉണ്ട്. ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു -2 നമുക്ക് കോമൺ എടുത്ത് കട്ട് ചെയ്യാം. രണ്ട് സൈഡിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് വരുന്നത് u1 v1 പ്ലസ് u2 v2 ഈക്വൽ ടു നോം u നോം v കോസ് തീറ്റ. ഓക്കെ, നമുക്ക് തീറ്റേൻ്റെ വാല്യൂ അല്ലേ വേണ്ടേ. അവിടുന്ന് കോസ് തീറ്റേൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞേ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോസ് തീറ്റ എഴുതാം. കോസ് തീറ്റ ഈക്വൽ ടു u1 v1 പ്ലസ് u2 v2 ഹോൾ ഡിവൈഡഡ് ബൈ നോം ഓഫ് u ഇൻറ്റു നോം ഓഫ് v. ഓക്കെ, വാട്ട് ഈസ് u1 v1 പ്ലസ് u2 v2? അത് വെക്റ്റർ u ഡോട്ട് വെക്റ്റർ v ആണ്, ഡിവൈഡഡ് ബൈ നോം u ഇൻറ്റു നോം v. കിട്ടിയില്ലേ? വേർ തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ ആണ് കേട്ടോ. ബിക്കോസ് കോസ് തീറ്റേൻ്റെ വാല്യൂ 0ക്കും പൈയുടെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ കേട്ടോ. സോ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ. നമുക്ക് ആവശ്യമുണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്കിനി പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെ പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ യു ആൻഡ് വി, യു വി ഡബ്ല്യു, ഞാൻ 3 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുവാണേ. ഇഫ് നോക്കാം, ഇഫ് യു വി ഡബ്ല്യു ആർ വെക്ടേഴ്സ് ആണെങ്കിൽ, വെക്ടേഴ്സ് ഇൻ r raised to n, അതായത് n ഡയമെൻഷണൽ സ്പേസിൽ
യു വി ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടേഴ്സ് എന്ന് വിചാരിച്ചേക്ക്. ആൻഡ് എ എന്ന് പറയുന്നത്, ആൻഡ് എ ഈസ് എ സ്കെയിലർ, എ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആയിക്കോട്ടെ. ദെൻ നമുക്ക് പ്രോപ്പർട്ടീസ്, ദെൻ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ് പ്രോപ്പർട്ടി യു ഡോട്ട് വി, വെക്ടർ യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ വെക്ടർ വി ഡോട്ട് യുവിന് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് യു ഡോട്ട്, ഇതിനകത്തേക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, യു ഡോട്ട് വി പ്ലസ് യു ഡോട്ട് ഡബ്ല്യു. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സി ഇൻറ്റു യു ഡോട്ട് വി, യു ഡോട്ട് വി വിച്ച് ഇസ് ഈക്വൽ ടു സി യു ഡോട്ട് സി ഇൻറ്റു വി. ഫോർത്ത് പ്രോപ്പർട്ടി വി ഡോട്ട് വി എന്ന് പറയുന്നത് എന്താണ്, നോം ഓഫ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ. അഞ്ചാമത്തെ പ്രോപ്പർട്ടി വി ഡോട്ട് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വി ഡോട്ട് വി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചേക്കണം. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് യു ഈക്വൽ ടു 2 മൈനസ് 2 വി 5, 8 w മൈനസ് 4, 3 ഫൈൻഡ് ഈച്ച് ക്വാണ്ടിറ്റി. ഓരോ ക്വാണ്ടിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, യു ഡോട്ട് വി അല്ലേ. അപ്പോൾ സോ യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, യു ഡോട്ട് വി ആകുമ്പോൾ കമ്പോണൻസുകൾ തമ്മിൽ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും, യു വൺ വി വൺ പ്ലസ് യു ടു വി ടു. അപ്പോൾ 2 ഇൻറ്റു 5, 2 ഇൻറ്റു 5 പ്ലസ് മൈനസ് 2 ഇൻറ്റു 8. അപ്പോൾ എത്ര കിട്ടും ആൻസർ, 2 5s are 10, 10 minus 16, that is answer will be minus 6. Okay, clear. അടുത്തത് യു ഡോട്ട് ടു വി, അടുത്തത് യു ഡോട്ട് വി ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, യു ഡോട്ട് വി ഇൻറ്റു ഡബ്ല്യു, ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് യു ഡോട്ട് വി, യു ഡോട്ട് വി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് മൈനസ് സിക്സ് ഇൻറ്റു ഡബ്ല്യു, ദാറ്റ് ഈസ് മൈനസ് 4, 3 which is equal to minus 4 into minus 6 ചെയ്യുമ്പോൾ മൈനസ് അല്ല 24, മൈനസ് 18. ഇതാണ് നമ്മുടെ ആൻസർ. പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സി എന്ന് പറയുന്നത് യു ഡോട്ട് ടു വി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ബൈ പ്രോപ്പർട്ടി നമുക്ക് 2 ഇൻറ്റു യു ഡോട്ട് വി എന്ന് എഴുതാം. വാട്ട് ഈസ് യു ഡോട്ട് വി, മൈനസ് 6, അപ്പം 2 ഇൻറ്റു മൈനസ് 6 ദാറ്റ് ഈസ് മൈനസ് 12. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, യു ഡോട്ട് വി മൈനസ് 2w അങ്ങനല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, യു ഡോട്ട്, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഡി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡബ്ല്യുവിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇത് എഴുതാം, യു ഡോട്ട് വി മൈനസ് 2w ചെയ്യാൻ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരാം. കാരണം ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടണം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ സി വരെ ചെയ്തു. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്, മോഡ് ഡബ്ല്യു, അതായത് നോം ഓഫ് ഡബ്ല്യുൻ്റെ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു അല്ലേ, വിച്ച് ഈസ് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു. വാട്ട് ഈസ് ഡബ്ല്യു, മൈനസ് 4, ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് 4, 3 ആണ്. സോ ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 4 ഇൻറ്റു മൈനസ് 4 പ്ലസ് 3 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 9, that is 16 plus 9 ചെയ്യുമ്പോൾ 25. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, യു ഡോട്ട് വി മൈനസ് 2w, യു ഡോട്ട് മൈനസ് 2w നമുക്കത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, യു ഡോട്ട് വി മൈനസ് 2w which is equal to, അത് നമുക്ക് 2w കാൽക്കുലേറ്റ് ചെയ്യാം. സോ 2w ഈക്വൽ ടു എന്താണ്, 2 ഇൻറ്റു മൈനസ് 4, 3 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 8, 6 ആണല്ലോ. വി മൈനസ് 2w ചെയ്യാം, വി മൈനസ് 2w വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വി, വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു,
വി എന്ന് പറയുന്നത് 5,8 അല്ലേ? വി 5,8. അപ്പോൾ 5,8 minus 8,6 is equal to 5 minus of minus 8. 5 plus 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 13 ആണ് വരുന്നത്. 8 minus 6. 8 minus 6 ചെയ്യുമ്പോൾ 2. 13,2. ഇനി നമുക്ക് എന്താ വേണ്ട? u dot v minus 2w. So what is u? u എന്ന് പറയുന്നത് എന്താ? 2, minus 2 minus 13,2, which is equal to 2 into 13, 26 minus 2 minus 2 സോറി, ഇത് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ എടുക്കേണ്ടേ? ഇവിടെ മൈനസ് ആണ് ഞാൻ വെച്ചേക്കുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 13 ചെയ്യുമ്പോൾ 26, ഇവിടെ മൈനസ് 2 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്കും -4. ആൻസർ വിൽ ബി 22. ആൻസർ എത്രയാണ്? 22. കിട്ടിയല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാം പ്രതീക്ഷിക്കാതെ നിങ്ങൾ നല്ലോണം ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. കൺസിഡർ 2 വെക്ടേഴ്സ് u and v in n-dimensional space such that u dot u equal to 39, u dot v equal to -3, v dot v equal to 79. Evaluate u plus 2v dot 3u plus v. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? u plus 2v dot 3u plus v. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. u dot 3 into u plus u dot v plus 2 into 3, 6 into v dot u plus 2 into v dot v. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കേ, u ഇൻറ്റു u ഡോട്ട് 3u. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു u ഡോട്ട് u പ്ലസ് u ഡോട്ട് v പ്ലസ് 6 ഇൻറ്റു v ഡോട്ട് u പ്ലസ് 2 ഇൻറ്റു v ഡോട്ട് v. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വാട്ട് ഇസ് u ഡോട്ട് u? u ഡോട്ട് യുവിൻ്റെ വാല്യൂ 39 ആണ്. അപ്പോൾ 3 ഇൻറ്റു 39 പ്ലസ് വാട്ട് ഇസ് u ഡോട്ട് v? u ഡോട്ട് വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3. അപ്പോൾ -3 പ്ലസ് v ഡോട്ട് യു u ഡോട്ട് വിയും സെയിം ആണ്, നമ്മൾ പഠിച്ചതാണ് പ്രോപ്പർട്ടിയിൽ. അപ്പോൾ എന്ത് കിട്ടും? 6 ഇൻറ്റു -3 പ്ലസ് 2 ഇൻറ്റു വാട്ട് ഇസ് v ഡോട്ട് v? 79. 2 ഇൻറ്റു 79. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 254 ആണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോണേ. 254 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാതെ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നതാണ്, അതുകൊണ്ട് മിസ് ചെയ്യുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 254 ആണ്. അപ്പോൾ ഇതുപോലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ചത് ഡോട്ട് പ്രോഡക്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസും പിന്നെ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സും ആണ് പഠിച്ചത് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് cos θ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താണ്? cos θ ഈസ് ഈക്വൽ ടു u ഡോട്ട് വി ഡിവൈഡ് ബൈ മോഡ് u ഇൻറ്റു മോഡ് വി. ഓക്കെ, ഇനി ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നിർത്താവേ. ഫസ്റ്റ് നോക്കിക്കേ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ യുവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വിയും നമുക്ക് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടേഴ്സ്. സോ എന്താണ് ഫോർമുല? എന്താണ്? വി നോ cos θ ഇസ് ഈക്വൽ ടു u ഡോട്ട് വി ഡിവൈഡഡ് ബൈ നോം u ഇൻറ്റു നോം വി. നമുക്കറിയാം അല്ലേ? അപ്പോൾ u ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്യാം. u ഡോട്ട് വി ഇസ് ഈക്വൽ ടു എന്താണ്? കറസ്പോണ്ടിങ് കമ്പോണൻസുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ -4 ഇൻറ്റു 2 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു -1 2 ഇൻറ്റു 1 -2 എന്നാണ് u ഡോട്ട് വി. ആൻസർ എത്ര കിട്ടും? -8 -3 ദാറ്റ് ഈസ്
ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 2 ഇവിടെ 2 ആണ് വരുന്നത്. മൈനസ് 2 മൈനസ് ഇവിടെ 4 ആവും, -12. ഓക്കെ, അപ്പോൾ യു ഡോട്ട് വി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? -12 എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. നോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നോം യു. നോം യു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നോം യു എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ 16 + 0 സ്ക്വയർ 0, 2 സ്ക്വയർ 4, -2ൻ്റെ സ്ക്വയറും 4. അപ്പോൾ എത്ര വരും? 16 plus 4, 24, which is equal to √24, right? Norm of v is equal to square root of 2 square 4 plus 0 square 0, -1 into square 1, 1 into square 1, 4, 5, 6, that is √6. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? cos theta equal to u dot v ൻ്റെ വാല്യൂ -12 ഡിവൈഡഡ് ബൈ √24 into √6. 24 into 6 എന്ന് പറയുന്നത് 144 ആണ്. -12 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്ന് പറയുന്നത് 12 ആണ്. ദാറ്റ് ഈസ് 12 by -12. ദ ആൻസർ വിൽ ബി ഈക്വൽ ടു -1. നമുക്ക് എന്താ കിട്ടിയത്? കോസ് തീറ്റ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് -1. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പൈ ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വെക്ടേഴ്സ് ഉണ്ടല്ലോ, യുവും വിയും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് വെക്ടർ യു ആണെങ്കിൽ ഇത് വെക്ടർ വി. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? തീറ്റ ഇസ് ഈക്വൽ ടു പൈ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ തീറ്റേൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? പൈ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ 2 വെക്ടേഴ്സ് വന്നിട്ട് അവയ്ക്കിടയിലുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ഫോമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.